നമസ്കാരം. വിസ്മയ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് പോവുകയാണ്. കൊല്ലം ശക്തികുളങ്ങര ചവറ എന്നീ ഭാഗങ്ങളിലൊക്കെ തന്നെ കണ്ടെയ്നർ അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ഈ കണ്ടെയ്നർ തീരതെത്തിയിരിക്കുന്നത്. ഇവിടെ പോലീസും നാട്ടുകാരും അടക്കം തന്നെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും അതോടൊപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതികൂലമായ കാലാവസ്ഥയിലാണ് ഇത്തരത്തിലൊരു കണ്ടെയ്നർ അടിഞ്ഞിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമസ്കാരം. വിസ്മയ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് പോവുകയാണ്. നമ്മൾ ഞാനിപ്പോൾ കാണുന്നത് കൊല്ലം ഉഴുക്കുതോട് ഭാഗത്ത് അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ്. അല്പസമയം മുമ്പാണ് ഈ കണ്ടെയ്നർ ഈ തീരത്തടിഞ്ഞിരിക്കുന്നത്. കൊല്ലം ശക്തികുളങ്ങര ചവറ എന്നീ ഭാഗങ്ങളിലൊക്കെ തന്നെ കണ്ടെയ്നർ അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ഈ കണ്ടെയ്നർ തീരത്തടിഞ്ഞിരിക്കുന്നത്. ഇവിടെ പോലീസും നാട്ടുകാരും അടക്കം തന്നെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും അതോടൊപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതികൂലമായ കാലാവസ്ഥയിലാണ് ഇത്തരത്തിലൊരു കണ്ടെയ്നർ അടിഞ്ഞിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തും അതിനോടൊപ്പം പിന്നിൽ കാണുന്ന ഒരു 100 മീറ്റർ അപ്പുറം ഭാഗത്ത് തന്നെ നമുക്ക് ഇത്തരത്തിൽ മറ്റൊരു കണ്ടെയ്നർ കൂടി കാണാൻ സാധിക്കുന്നു. വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഏതായാലും ഇവിടെ ഈ ഒരു കണ്ടെയ്നറുകളും അതോടൊപ്പം അതിനോടൊപ്പം അടിഞ്ഞുകൂടിയ മറ്റു ചില ബോക്സുകളും ഒക്കെ തന്നെ ഈ കരഭാഗത്ത് അടിഞ്ഞിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നാം പോകുന്നത്. രാവിലെ ഒരു 9 മണിയോട് കൂടി കണ്ടു. നാട്ടുകാരെല്ലാരും കണ്ട് വന്നപ്പോൾ 9 മണി. ഈ കണ്ടെയ്നർ കണ്ടതാ ഇതിപ്പോ വന്നിട്ട് 3/4 മണിക്കൂർ. ഞാൻ അപ്പോഴേ പോലീസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോലീസ് വന്നു. അപ്പൊ നമ്മള് ശരിക്കും ഇവിടെ ആകപ്പാട് നാട്ടുകാരൊക്കെ വലിയ നാട്ടുകാർക്കെല്ലാം പ്രശ്നമായി കിടക്കുക. ഇവിടെ വന്ന നാട്ടുകാർക്കെല്ലാം ആകപ്പാട് ഭാഷാക്കുള്ളിലാണ് കണ്ടമാനം ജനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രദേശത്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നാമത് പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ കാണാൻ വന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അനവധി അനിഷ്ട സംഭവം. പോലീസ് ഇവിടെ വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? സുരക്ഷ ഏർപ്പെടുത്താൻ ഇപ്പൊ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന പോലീസ് വന്നതേ ഉള്ളൂ. ഇപ്പൊ ജസ്റ്റ് വന്നതേ ഉള്ളൂ. പോലീസ് ഇപ്പൊ എത്തിയിട്ടുള്ളൂ. നമ്മൾ ഏതായാലും വലിയ രീതിയിലുള്ള ഒരു വാർത്തയാണത്. കാരണം അരമണിക്കൂർ പോലും ആയിട്ടില്ല ഈ കണ്ടെയ്നറിന്റെ അടിഞ്ഞിട്ട്. കേരളത്തിന്റെ വിവിധ തീരഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ അടിയുന്നുണ്ട്. കൊല്ലം, ആലപ്പുഴ, ശക്തികുളങ്ങര ഭാഗങ്ങളിൽ അടിഞ്ഞു. അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തിന്റെ ഒഴുക്കുതോട് ഭാഗത്ത് ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇത്തരത്തിലൊരു കണ്ടെയ്നർ അടിഞ്ഞതായി കാണാൻ സാധിക്കും. കണ്ടെയ്നറിൽ വന്ന് കാണില്ല. പാക്കിംഗ് ചാക്കിട്ട് കണ്ടമാനം ഒരുപാട് ചാക്കുകെട്ടുകളിലും അതോടൊപ്പം തന്നെ ചില ബോക്സുകളിലൊക്കെ ആയിട്ടാണ് നിരവധി വസ്തുക്കൾ വന്നിരിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ പാരിസ്ഥിതികമായ ദോഷം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള ആശങ്ക കൂടിയാണ് ഈ നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്.